നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ പണി കിട്ടാതിരിക്കാൻ ഈ കാര്യം ഒന്ന് ചെയ്തു വച്ചേക്കുക. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഇതിനകത്തുനിന്ന് നിങ്ങൾ google.com എന്ന് ടൈപ്പ് ചെയ്യുക. google.com ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് ഓപ്പണായി വരും. തുറന്ന് നിങ്ങളുടെ ഇവിടെയായി കാണുന്ന ഈ ഒരു ഭാഗത്തായി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പണായി വരികയും ഇവിടെയുള്ള ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്തായി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തായി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. തുടർന്ന് ഇവിടെയായി സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ ആ സെക്യൂരിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പണായി വരുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് മുകളിലേക്ക് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴേക്കായി പോകുമ്പോൾ നിങ്ങൾക്കിവിടെയായി കാണുവാൻ സാധിക്കും യുവർ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം കാര്യങ്ങളിവിടെ കാണിച്ചു തരും. നിങ്ങളുടെ ഈ ഒരു മെയിൽ ഐ ഡി ഏതെല്ലാം ഡിവൈസുകളിൽ ഇപ്പോൾ ലൈവായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫോർ ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നു, 2 വേറെ 2 സ്ഥലത്ത് അൺനോൺ ഡിവൈസിൽ കാണിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അല്ലാത്ത ഏതെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ആ ഒരു ഭാഗത്തായി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ആവശ്യമില്ലാത്തതാണെന്ന് തോന്നിയാൽ ഒന്നുകൂടി അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയായി കാണുന്ന ഇതുപോലെ സൈൻ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ അപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇങ്ങനെ ഉള്ള ഏതെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഐ ഡികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ മറ്റെവിടെയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയെ അതിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഈ പറഞ്ഞു തന്നത്. മനസ്സിലാക്കി വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം.